പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. 2024 ഓഗസ്റ്റ് 27 പത്രത്തിലെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണിത്. കരിങ്കൽ ക്വാറിക്ക് ന്യൂനപക്ഷം ഭൂരിപക്ഷം. ന്യൂനപക്ഷമാണെങ്കിൽ കരിങ്കൽ ക്വാറി തുടങ്ങുവാൻ നിയമങ്ങൾ വളരെ ലളിതമാണ്. എവിടെയാണ് നമ്മുടെ നാട്, നമ്മുടെ കേരളം ചിന്തിക്കുന്നത്? നരേന്ദ്രമോദിയെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോൽപ്പിച്ചു, അതായത് കേവല ഭൂരിപക്ഷം നൽകിയില്ല, 240 സീറ്റേ BJPക്ക് കിട്ടിയുള്ളൂ. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ്. ഞാനൊരു ഹിന്ദുവാണെന്നും ഈ ഭാരതമാതാവിനെ സേവിക്കൽ മാത്രമാണ് എൻ്റെ ഏറ്റവും മഹത്തായ ലക്ഷ്യമെന്നും ഞാൻ പ്രധാന സേവകനാണെന്നും പ്രഖ്യാപിച്ച ഒരാൾക്ക് നമ്മൾ വോട്ട് ചെയ്തില്ല. അതായത് 35% ഹിന്ദുക്കൾ, വോട്ടർ പട്ടികയിൽ പേരുള്ളവർ വോട്ട് ചെയ്തില്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ മുസ്ലിങ്ങളിൽ 95% അവരുടെ നേതാക്കന്മാർക്ക് വോട്ട് ചെയ്തു, അവരെ വിജയിപ്പിച്ചെടുത്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഹിന്ദുക്കൾക്ക് പലപ്പോഴും ദേശീയ ബോധം കുറഞ്ഞു വരുന്നു. കമ്മ്യൂണിസത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പിന്നാലെ പോകുമ്പോൾ നാം ഹിന്ദുവാണ് എന്ന തിരിച്ചറിവ് കുറഞ്ഞു പോകുന്നു. ഈ നാട്ടിലെ മനുഷ്യനെ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് വേർതിരിച്ചിരിക്കുന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ വർഗീയത ഉണ്ടായാൽ ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സ്കോളർഷിപ്പ്. ഹിന്ദു കുട്ടിയാണോ, അത് OBC ആണെങ്കിൽ ഇത്ര, SC ST ആണെങ്കിൽ ഇത്ര, മുസ്ലിം കുട്ടിയാണെങ്കിൽ അതിനും മേലെ, ഇനി നായര് കുട്ടിയോ നമ്പൂതിരി സമൂഹത്തിലെ കുട്ടിയോ ആണെങ്കിൽ കഞ്ഞിവെള്ളം പോലും ഇല്ല എന്ന് പറയുന്ന പച്ചയായിട്ട് മനുഷ്യനെ മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന അതിർവരമ്പുകൾ നമ്മുടെ ക്ലാസ് മുറികളിലുണ്ട്. സ്വാഭാവികമായിട്ടും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുസ്ലിം കുട്ടിക്ക് 1200 രൂപ കിട്ടുമ്പോൾ അത് കിട്ടാത്ത ഹിന്ദു കുട്ടിയുടെ ഉള്ളിൽ തീർച്ചയായിട്ടും വർഗീയത ഉണ്ടാവും. അതിന് സാമ്പത്തിക സംവരണം അനിവാര്യമായിരുന്നു, ഏക സിവിൽ കോഡ് അനിവാര്യമായിരുന്നു. പട്ടിണി കിടക്കുന്നവരോട് ജാതിയും മതവും ചോദിക്കാത്ത ഒരു ഭാരതം, ഇതാണ് നമ്മുടെ സങ്കല്പം. ഇന്ന് റേഷൻ കാർഡ് നമ്മൾ പരിശോധിച്ചാൽ അത് മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിലല്ല, സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 4 നിറത്തിലുള്ള റേഷൻ കാർഡുകളാണ്. ദാരിദ്ര്യക്ക് താഴെ, ദാരിദ്ര്യക്ക് മേലെ എന്ന രീതിയിൽ. അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തടസ്സമല്ല. ഒരു രാജ്യത്തിലെ പൗരന്മാരെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നു. പരീക്ഷ എഴുതുമ്പോൾ മാർക്ക് ന്യൂനപക്ഷമാണെങ്കിൽ അത്രയേ വേണ്ടുള്ളൂ, അതായത് 100ൽ 90 മാർക്ക് വേണം ഹിന്ദു ആണെങ്കിൽ, എന്നാൽ 100ൽ 80 വേണ്ടു മുസ്ലിം ആണെങ്കിൽ. അങ്ങനെയുള്ള ധാരാളം കണക്കുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പരീക്ഷ എഴുതുമ്പോൾ മാർക്കിന്റെ അടിസ്ഥാനം ആ കുട്ടിയുടെ യോഗ്യതയായിരിക്കണം, മറിച്ച് മതമായിരിക്കരുത്. അപ്പൊ ഏക സിവിൽ കോഡും സാമ്പത്തിക സംവരണവും നിലവിൽ നമ്മുടെ രാഷ്ട്രത്തിൽ വന്നിട്ടില്ല. അത് വരേണ്ടിയിരുന്നു. അതിന് തടസ്സം നരേന്ദ്രമോദി സർക്കാരിന് ഭൂരിപക്ഷം വ്യക്തമായിട്ടില്ല. ആരാണ് ഉത്തരവാദികൾ? നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ്. അതായത് ഇലക്ഷൻ ദിവസം ടൂറിന് പോകുന്നവരാണ് ഈ 35% വരുന്ന ബോധമില്ലാത്ത ഹിന്ദു. അവൻ അറിയുന്നില്ല അവനെ കാത്തിരിക്കുന്ന അപകടത്തെക്കുറിച്ച്. നമ്മുടെ നാട്ടിൽ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും എല്ലാം നിലനിൽക്കണമെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമായിരിക്കണം. ഇന്ന് ബംഗ്ലാദേശിലെ, പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന നരകയാതനകൾ ഭാവിയിൽ നമ്മളും അനുഭവിക്കേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ഹിന്ദുവായ നമ്മൾ സർവധർമ്മ സമഭാവനയെ പുലർത്തുന്നു. ഓൺലി എന്ന വാക്ക് ഹിന്ദുവിൽ എവിടെയുമില്ല. ഓൾസോ ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ, കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു ചേരുന്നു. ഇങ്ങനെ വിശ്വസിച്ച നമ്മൾ മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ചു, പള്ളി പണിത് കൊടുത്തു. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തു മതം വന്നപ്പോ അവരെ സ്വീകരിച്ചു, ചർച്ച് പണിത് കൊടുത്തു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കുന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും നമ്മൾ അവർക്ക് മാതൃകാ കോളനികൾ പണിത് കൊടുത്തു. കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് ജർമ്മനിയിൽ പിറന്ന് സോവിയറ്റ് റഷ്യയിൽ പരീക്ഷിച്ച ആ കമ്മ്യൂണിസത്തെ നമ്മുടെ മണ്ണിലേക്ക് സ്വീകരിച്ചു. 57-ൽ EMSനെ ഹിന്ദുക്കൾ മുഖ്യമന്ത്രിയുമാക്കി കേരളത്തിൻ്റെത്. അങ്ങനെ മതമുള്ളവരെയും ഇല്ലാത്തവരെയും സകല ഇസങ്ങളെയും നമ്മൾ സ്വീകരിച്ചു, ഹിന്ദുക്കൾ സ്വീകരിച്ചു.
എന്നാൽ ഭൂരിപക്ഷം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഭാരതം എന്ന രാജ്യത്തിൽ അള്ളാഹുവിന്റെ ഖുറാനിൽ പറയും പോലെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭാരതമാതാവിനെ വെട്ടിമുറിച്ചു. അവശേഷിച്ച ഭാരതത്തിൽ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. എന്നാൽ മതേതര രാജ്യമായി കൊള്ളട്ടെ, കുഴപ്പമില്ല. പക്ഷെ അവിടെ മതത്തിന്റെ വേലിക്കെട്ടുകൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും വീണ്ടും സമൂഹത്തെ വേർതിരിച്ചു. എണ്ണത്തിൽ കുറഞ്ഞുപോയി എന്നതുകൊണ്ട് അവൻ ന്യൂനപക്ഷമാകുന്നു. മുസ്ലിമായി പോയി എന്നത് രാഷ്ട്രപതിയാകുവാൻ പോലും തടസ്സമല്ല. ഫഖ്റുദ്ദീൻ അലി അഹമ്മദും സക്കീർ ഹുസൈനും മഹാനായ APJ അബ്ദുൽ കലാമും ഇസ്ലാം മത വിശ്വാസികളായിരുന്നു, ഭാരതത്തിന്റെ രാഷ്ട്രപതിമാരായിരുന്നു. രാഷ്ട്രപതിയാകുവാൻ പോലും മതം തടസ്സമല്ലാത്ത ഈ നാട്ടിൽ ഭൂരിപക്ഷം ജനങ്ങൾ കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും ന്യൂനപക്ഷം എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് മുസ്ലിങ്ങൾ വാശി പിടിക്കുമ്പോൾ ഒടുവിൽ വന്നിരിക്കുന്നു, ക്വാറിയിൽ പാറ പൊട്ടിക്കണമെങ്കിൽ ന്യൂനപക്ഷമാണെങ്കിൽ അതിന് നൂലാമാലകൾ, നിയമത്തിന്റെ നൂലാമാലകൾ ലളിതവൽക്കരിക്കപ്പെടണം. അതായത് എവിടെയാണ് കേരളത്തിന്റെ ഈ മതപ്രീണനം വന്നു നിൽക്കുന്നത്? സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് മൻമോഹൻ സിംഗിന്റെ സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ പരിശ്രമിച്ചതായിരുന്നു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ 4ാം തരം പൗരന്മാരാക്കി മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം വാരിക്കോരി കൊടുക്കുന്നതായിരുന്നു. ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ വേണ്ടി ഭാരതത്തിലെ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ പ്രത്യേക കമ്മീഷനെ വെച്ചുവെങ്കിൽ അതാണ് പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ. S. അച്യുതാനന്ദന്റെ സമയത്ത് വെച്ചത് കമ്മീഷനാണ്. പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ 15 നിർദ്ദേശങ്ങൾ പറഞ്ഞത് SC/ST വിഭാഗത്തിൽ കിട്ടുന്ന സകല ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾ കൂടി കൊടുക്കണമെന്ന് പറയുമ്പോൾ മുസ്ലിമായി പോയി എന്നത് ഡോക്ടറാകുവാനും കലക്ടറാകുവാനും എഞ്ചിനീയർ ആകുവാനും ഇവിടെ തടസ്സമാണോ? കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഹിന്ദുക്കളെക്കാൾ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടോ? കേരളത്തിൽ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ജനവിഭാഗം ആരാണ്? ഇവിടെയാണ് കൃത്യമായിട്ട് നമുക്കെല്ലാം ഉത്തരം അറിയാം. പക്ഷേ മതങ്ങൾ സംഘടിതരാണ്. ഇസ്ലാം മതം പ്രത്യേകിച്ചും സംഘടിതമാണ്. ആ സംഘടിത വോട്ട് ബാങ്കിന്റെ മുന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാമിക വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആയതുകൊണ്ട് തന്നെ ശബരിമലയെ തകർക്കുവാൻ പരിശ്രമിക്കുന്ന, ഗുരുവായൂരിൽ ചെന്നിട്ട് ആ വട്ടത്തിൽ കാണുന്നവന്റെ പേരാണോ ശ്രീകൃഷ്ണൻ എന്നൊക്കെ ചോദിക്കുന്ന ആള് ബാങ്ക് വിളി കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന മുഖ്യമന്ത്രിയെയും നമുക്ക് കാണാം. ശ്രീനാരായണ ഗുരുദേവന്റെ സ്തോത്രങ്ങൾ ജപിക്കുമ്പോൾ എഴുന്നേൽക്കുവാൻ ശ്രമിച്ച കടന്നപ്പള്ളിയെ എഴുന്നേൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇരുത്തുന്ന മുഖ്യമന്ത്രിയെയും നമുക്ക് കാണാം. അതായത് ഹിന്ദുവിനെ ബഹുമാനിക്കേണ്ടതല്ല, ഹിന്ദു ആദരിക്കപ്പെടേണ്ടതല്ല എന്ന് പച്ചയായിട്ട് പറയുമ്പോൾ ഇസ്ലാം ആദരിക്കപ്പെടേണ്ടതാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, അത് ഹിന്ദുക്കളുടെ കുഴപ്പമാണ്. നാം നമ്മുടെ സംഘടിത ശക്തി ഈ രാഷ്ട്രീയക്കാർക്ക് മുന്നിൽ കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമ്പോൾ ഒരു കുറിയും ചന്ദനക്കുറിയോ കുങ്കുമക്കുറിയോ ഉണ്ടാവില്ല. ഉത്തര ഭാരതത്തിൽ ചെന്നാൽ വലിയ കുറി തൊടും. അവിടെ ഹിന്ദു ആകണം എന്ന് അദ്ദേഹത്തിന് അറിയാം, ഇവിടെ ഹിന്ദു ആകരുത് എന്നും അറിയാം. ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞു പോയാൽ അപമാനമാണ് ഇവിടെ. ഉത്തര ഭാരതത്തിൽ അത് നടക്കാത്തതുകൊണ്ടാണ് സോണിയ മേഡവും രാഹുലും പ്രിയങ്കയും എല്ലാം വലിയ കുങ്കുമ തിലകങ്ങൾ ചാർത്തിക്കൊണ്ട് സമാജത്തെ നേരിടുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഹിന്ദുക്കളായ നമ്മൾ കേരളത്തിൽ ഇന്നും പാതിയുണ്ട്, തിരിച്ചറിയണം. എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയുന്ന വിശാലതയാണ് ഹിന്ദുത്വം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ, വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞ, കൃണുന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര എന്ന് പറഞ്ഞ ആ ദർശനത്തിന്റെ ഉടമകളാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ഭരണകൂടം, ഇവിടെ ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ ഇസ്ലാമിക പ്രീണനം നടത്തിക്കൊണ്ട് ഇന്ന് ക്രിസ്ത്യാനികളെയും അവർക്ക് വേണ്ട, അവരും എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് സംഘടിത മതന്യൂനപക്ഷങ്ങൾ എത്രമാത്രം അപകടകരമാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണി മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ സംഘടിത ശക്തി കൊണ്ട് അനർഹമായത് പലതും പിടിച്ചു പറിക്കുന്നു. അതാണ് ഇന്നത്തെ പത്രവാർത്തയും. ക്വാറി പൊട്ടിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് വേഗം പെർമിഷൻ വേണം എന്ന് പറയുന്നത് നാം ഹൈന്ദവ സമൂഹം ചിന്തിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.